ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ അല്ലേ? വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിനീസ് ലേണിംഗ് ജേണി. സിനീസ് ലേണിംഗ് ജേണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും എങ്ങനെയാണ് നമ്മുടെ ബാക്കി പാട്ട് പഠിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണോ? റെഡിയാണോ? അടുത്ത ഭാഗം നോക്കാനായിട്ട് റെഡിയാണോ? നമ്മൾ ഇതുവരെ എന്താണ് പഠിച്ചത് അത് പറയും. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ശബ്ദതരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എവിടം വരെയാണ് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞേ. ഇവിടം വരെ നമ്മൾ പഠിച്ചത് നമ്മൾ ഓക്സിലേഷനിൽ നിന്ന് തുടങ്ങി നമ്മൾ റെസണൻസ്, നാച്ചുറൽ ഫ്രീക്വൻസി അതെല്ലാം തീർത്തു. നെക്സ്റ്റ് നമ്മൾ വേവിലേക്ക് കടന്നു അല്ലെ. ഞാൻ ആദ്യമേ പറഞ്ഞത് 3 ഭാഗവുമായിട്ടാണ് അല്ലെ. ഓക്സിലേഷൻ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞു അതിനെ പറ്റി, പിന്നീട് വേവ്സ്, പിന്നീട് സൗണ്ടിലേക്ക് കടക്കുന്നു പറഞ്ഞു നമ്മൾ അല്ലെ. നമ്മൾ വേവ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പഠിച്ചു. വേവ്സ് 2 തരം ഉണ്ടെന്ന് പഠിച്ചു. മെയിൻ ആയിട്ടും മെക്കാനിക്കൽ വേവ്, യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്. രണ്ടാമത്തേത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾ അല്ലെ. അത് വൈദ്യുത കാന്തിക തരംഗങ്ങളെ കുറിച്ച് നമ്മൾ എന്താന്ന് പറഞ്ഞു. ഇപ്പം കൂടുതൽ വിശദമായിട്ട് നമ്മൾ മെക്കാനിക്കൽ വേവിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. മെക്കാനിക്കൽ വേവില് അത് വീണ്ടും നമ്മൾ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ട്രാവൽ ചെയ്യാൻ ഒരു മാധ്യമം ആവശ്യമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെക്കാനിക്കൽ വേവിനെ 2ആയിട്ട് തിരിച്ചതും, അത് ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്സ്, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിഞ്ഞൂടാത്തവര്, കാണാത്തവര് തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വീഡിയോ കാണുക. ഓക്കെ, അപ്പോ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും എന്താണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഇനി അങ്ങനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? സൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ എന്ത് തരം വേവാന്ന് നമ്മൾ പറഞ്ഞു. സൗണ്ട് നമ്മൾ സംസാരിക്കുന്നത് എന്താ എങ്ങനെ കേൾക്കുന്നത്, മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റുന്നത് എന്താണ്? സൗണ്ട് എന്ന് പറയുന്നത് എന്ത് തരം വേവാണ്? സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് കേൾക്കാൻ പറ്റണമെങ്കിൽ, ഒരാളുടെ ചെവിയിൽ അത് എത്തണമെങ്കിൽ അതിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണെന്ന് പറഞ്ഞു അല്ലെ. അവിടെ എയർ എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ട്. അതിൽ തരം വൈബ്രേറ്റ് ചെയ്യുന്നതാണ് സൗണ്ട് വേവാക്കി കേൾക്കാൻ പറ്റുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് ഒരു എന്ത് തരം വേവാന്ന് പറഞ്ഞേ. എന്ത് തരം വേവാണ് സൗണ്ട് എന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, നമ്മൾ അവിടെ വരെ നിൽക്കുകയാണ്. ഇനി നമുക്ക് വേവ്സിന്റെ സവിശേഷതകൾ നോക്കാം. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് അഥവാ തരംഗങ്ങളുടെ സവിശേഷതകൾ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളൊരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ വേവ്സിന്റെ ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇത് എന്ത് തരം വേവ് ആണ്? ഈ കാണിച്ചിരിക്കുന്ന വേവ് നിങ്ങൾക്ക് ഇത് കണ്ടാല് ഇത് എന്ത് തരം വേവ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണോ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഇവിടെ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് എന്തായാലും ട്രാൻസ്വേഴ്സ് വേവ് തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ് പറയാൻ പറ്റും. അതാണ് ഇത് പോയി തിരിച്ചിവിടെ വരുന്നത്. ഈ പോയിന്റിലാണ് ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോഴാണ് ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. മനസ്സിലായി? ഒരു ദോലനം കംപ്ലീറ്റ് ആവുന്നത്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് അഥവാ മലയാളത്തിൽ എന്ത് പറയും? ആയതി. നിങ്ങൾക്ക് ഈ ഡയഗ്രം നോക്കിയിട്ട് ഇതിന്റെ ആയതി കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് ആയതി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അതായത് ഒരു പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരം. അപ്പൊ ഇവിടെ നോക്കിയേ, ഹൈറ്റ് നോക്കിയാൽ മതി നിങ്ങൾ. ഇവിടെ ഉണ്ടാകുന്ന ഇതിന്റെ ഹൈറ്റ് ആണ്. ട്രാൻസ്വേഴ്സ് വരുന്നത് ഈ തന്നിരിക്കുന്ന ഈ ഹൈറ്റ് ആയിരിക്കും എന്ന് പറയുന്നതിന്റെ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പറയുമ്പോൾ നിങ്ങൾ ഈ ഡയഗ്രം ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്. സെക്കൻഡിലാണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. 0, 0.5, 1, 1.5. ഓക്കെ, ഇങ്ങോട്ട് 1, 2 എന്ന് സെന്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ എ കണ്ടുപിടിച്ചൂടെ? എത്രയാണ് ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? എത്രയാണ്? ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? അപ്പൊ ഇവിടെ +2. ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോ എന്താണ്? മൈനസ് ആണ് അല്ലെ. -2. അപ്പൊ നിങ്ങൾക്ക് +or -2 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ആ ഒരു മാർക്കൊന്നും കുറയ്ക്കത്തില്ല, കുഴപ്പമൊന്നുമില്ല. +2 എന്ന് എഴുതാം, -2. നിങ്ങൾ സൈൻ ഒന്നും നോക്കണ്ട. ജസ്റ്റ് എത്ര? 2 സെന്റിമീറ്റർ അങ്ങ് എഴുതിയാൽ മതി. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാ? 2 സെന്റിമീറ്റർ. രണ്ടാമത്തേത് പീരീഡ്. പീരീഡ്
സ്പീഡ് എന്താണ് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലെ? മാധ്യമത്തിലെ കാണുക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അല്ലെ? അതാണ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഓക്സിലേഷൻ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇവിടെ നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? ഈ പോയിന്റിലാണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ സമയം ടൈം പീരീഡ് എത്രയാണ്? അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ ഉള്ളത് കാണോ? അതാണ് എന്ത് ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എത്രയാണ്? ഇവിടം വരെ ആകുമ്പോ 0.5, ഇവിടം വരെ ആകുമ്പോ 1. അപ്പം സെക്കൻഡിലാണ്. അപ്പൊ പീരീഡ് എത്ര കിട്ടി? 1 സെക്കൻഡ് അല്ലേ? ടൈം പീരീഡ് കാണാൻ സിമ്പിൾ അല്ലേ? ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അടുത്തത് എന്താണ്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി അഥവാ ആവൃത്തി. ഫ്രീക്വൻസി അഥവാ ആവൃത്തി. ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞല്ലേ, അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്ന ഫ്രീക്വൻസി. കാരണം ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടായി, എത്ര ഓക്സിലേഷൻ ഉണ്ടായി? ഒരു സെക്കൻഡില് ഒരു ഓക്സിലേഷൻ അല്ലേ? അപ്പൊ എത്രയാ ഫ്രീക്വൻസി? എത്ര ഇവിടെ? 1 ഹെഡ്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണെന്ന് നമുക്ക് പറഞ്ഞല്ലേ. സ്മോൾ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യും, ടൈം പീരീഡിനെ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യും, സെക്കൻഡ് ആണ് എന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡിനെ എ കൊണ്ട് ഡിനോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അടുത്തത് എന്താണ്? വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം. നാലാമത്തെ ഫീച്ചർ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം. സിമ്പിളാണ്. എന്താ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം? ഒരു തരംഗം എടുക്കുന്ന ദൂരം, അതാണ് എന്തെന്ന് പറയുന്നത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു തരംഗത്തിന് എടുക്കുന്ന ദൂരം. അതിന് നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാം. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകളും ട്രഫുകളും തമ്മിലുള്ള ദൂരം ആയിട്ട് എടുക്കാം വേവ് ലെങ്ത് അഥവാ തരംഗം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു തരംഗത്തിന് എടുക്കുന്ന ദൂരം, അതായത് ഇപ്പൊ ഇതാണ് ഒരു തരംഗം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിനെടുത്ത ഈ ദൂരം, ഇത് നമ്മള് ലാംഡ എന്ന് പറയുന്നത് ഇവിടെ ഇവിടം വരെ ലാംഡ എന്നാണ്. അതായത് ഗ്രീക്ക് ലെറ്റർ ആയ ലാംഡ എന്നാണ് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തില് അവിടെ കുറച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാം തന്നെയാണ്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ചിത്രത്തില് എ എന്ന കണികയുമായി സമാന കമ്പനാവസ്ഥയിലുള്ള കണിക ഏതാണ്? ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ? ഏതാണ്? ഇ ആണ് അല്ലേ? അതുപോലെ തന്നെ പി യു ആയിട്ടാണെങ്കിലോ, പിയുമായിട്ട് സമാന കമ്പനാവസ്ഥയിൽ വരുന്ന ഏതാണ്? ക്യൂ ആണ് അല്ലെ? അതുപോലെ തന്നെ ബിയുമായിട്ടോ പിയുമായിട്ട് സമാന കമ്പനാവസ്ഥയിൽ അല്ലെങ്കിൽ വൈബ്രേഷനിൽ വരുന്നത് ഏതാണ്? എഫ് ആണ് അല്ലെ? ഓക്കെ. ചിത്രത്തിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നത് ഏത്? ഇവിടെ തന്നിട്ടുണ്ട്. അതില് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്തിനെ സൂചിപ്പിക്കുന്ന ഏതാണ്? ലാംഡ ആണ് അല്ലെ? ലാംഡയാണ് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്തിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സി ആർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ലാംഡ ആണോ, ലാംഡ ബൈ 2 ആണോ, ലാംഡ ബൈ 4 ആണോ? പറഞ്ഞേ. ലാംഡ ബൈ 2 ആണ് അല്ലെ? അതായത് അതിന്റെ പകുതിയിലേ ആവുന്നുള്ളൂ. ലാംഡ ബൈ 2. അതായത് അടുത്തടുത്തുള്ള രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം നമുക്ക് അനുദൈർഘ്യ തരംഗത്തിന്റെ എന്തായിട്ട് കണക്കാക്കാം? തരംഗ ദൈർഘ്യമായിട്ട് കണക്കാക്കാം. അതായത് the distance between two consecutive compressions or the distance between two rarefactions are considered as the wavelength of the longitudinal wave. അടുത്തൊരു സവിശേഷത എന്താണ്? സ്പീഡ് ഓഫ് വേവ് അല്ലെ? അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് ഓഫ് വേവ് അഥവാ തരംഗ വേഗം. എന്താണ്? സ്പീഡ് ഓഫ് വേവ്. സ്പീഡ് ഓഫ് വേവ് അഥവാ തരംഗ വേഗം എന്താണ്? ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം, അതാണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. സ്പീഡ് ഓഫ് വേവ് അഥവാ തരംഗ വേഗം അല്ലെ? ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡില് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് സ്പീഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞത് അല്ലെ? അതായത് അപ്പൊ നമുക്ക് സ്പീഡ് ഓഫ് വേവിനെ ബി എന്നാണ് റിപ്രസെന്റ് ചെയ്താൽ അതിന്റെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് ഡിസ്റ്റൻസ് ദൂരം ബൈ ടൈം അല്ലെ? ഡി ബൈ ടി എന്ന് എഴുതി കൂടെ?
അതായത് ഒരു സെക്കൻഡില് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്തെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ 2 സെക്കൻഡ് കൊണ്ട് 700 മീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു തരംഗം 2 സെക്കൻഡ് സമയം കൊണ്ട് 700 മീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് ഓഫ് വേവ് എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡ് ഓഫ് വേവ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അല്ലെ, 700 അല്ലേ ഡിസ്റ്റൻസ്, ബൈ ടൈം എത്ര 2. അപ്പൊ എത്ര കിട്ടും? 350 യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഒരു തരംഗത്തിന്റെ തരംഗ വേഗം അഥവാ സ്പീഡ് ഓഫ് വേവ് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇനി നമുക്ക് തരംഗ ദൈർഘ്യവും ആവൃത്തിയും തമ്മിൽ എന്താണ് ബന്ധം? ഒരു മാധ്യമത്തില് ഒരേ സമയ ഇടവേളയില് ഒരേ ആയതയിലുണ്ടായ 2 തരംഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ട്. ഒരു മാധ്യമത്തില് ഒരേ സമയ ഇടവേളയിൽ ഒരേ ആംപ്ലിറ്റ്യൂഡിലുണ്ടായ തരംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യത്തെ ചിത്രം നോക്കേ. ഈ ആദ്യത്തെ ഫസ്റ്റ് ഡയഗ്രത്തില് ഇവിടുത്തെ തരംഗ ദൈർഘ്യം എത്രയാന്ന് പറയാമോ? ഇവിടുത്തെ തരംഗ ദൈർഘ്യം നോക്കേ. ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരുമ്പോഴല്ലേ ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ എത്രയാണ്? 4 അല്ലേ. അപ്പൊ ഇവിടുത്തെ തരംഗ ദൈർഘ്യം എത്രയാണ്? 4 മീറ്റർ അല്ലേ. ഇവിടുത്തെയോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പറഞ്ഞത് ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇവിടെ അല്ലേ. അപ്പൊ ഇവിടുത്തെ തരംഗ ദൈർഘ്യം എത്രയാ? 2 മീറ്റർ ആണ് അല്ലെ. ഈ 2 ചിത്രത്തിലും ഈ 2 തരംഗങ്ങളും 12 മീറ്റർ അല്ലെ. 12 മീറ്റർ ആണ് 2 തരംഗങ്ങളും സഞ്ചരിക്കുന്ന ദൂരം. ഈ 2 തരംഗങ്ങളും 12 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ് ആണ് എടുത്തതെങ്കിൽ ഈ ആദ്യത്തെ ചിത്രത്തില് ഈ തരംഗത്തിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് പറഞ്ഞേ. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തോ 1 സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓക്സിലേഷന്റെ ഉണ്ടായി. അപ്പൊ ഇവിടെ എത്ര ഓക്സിലേഷൻ ഉണ്ടായി നോക്കി? 1, 2, 3 അല്ലേ. അപ്പം ഫ്രീക്വൻസി എത്ര? ഹെഡ്സ് എത്രയാണ്? അഥവാ ആവൃത്തി എത്രയാണ്? 3 ഹെഡ്സ് അല്ലേ. അപ്പൊ ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് ഉണ്ടായ ദോലനം എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്? 3 ഹെഡ്സ്. അങ്ങനെയാണ് ഈ ചിത്രത്തില് നോക്കിക്കേ. അതേ സമയം തന്നെയാണ് 1 സെക്കൻഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 12 മീറ്റർ കവർ ചെയ്ത് അല്ലെ. അപ്പൊ ഇവിടെ എത്ര ദോലനം ഉണ്ടായി നോക്കിയേ? 1, 2, 3, 4, 5, 6 അല്ലെ. അപ്പൊ ഫ്രീക്വൻസി എത്രയാ? 6 ഹെഡ്സ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കേ, രണ്ടും ഞാൻ പറഞ്ഞു ഒരേ സമയ ഇടവേളയില് ഒരേ ആയതിൽ ഉണ്ടായ 2 തരംഗങ്ങളാണിത് അല്ലെ. എന്നിട്ടും നമ്മൾ അതിന്റെ ഫ്രീക്വൻസി നോക്കിയേ, ഇതിന്റേത് 3 ഹെഡ്സും ഇതിന്റേത് 6 ഹെഡ്സും ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ തരംഗത്തിന്റെ വേവ് ലെങ്ത് 4 മീറ്റർ ആണ് കിട്ടിയത് അല്ലെ. ഹെഡ്സ് എത്ര കിട്ടി? ഫ്രീക്വൻസി എത്ര കിട്ടി? 3 ഹെഡ്സ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് തമ്മിലുള്ള റിലേഷൻ ബന്ധം എന്തുവാ? അതായത് ലാംഡ കൂടിയപ്പോ, വേവ് ലെങ്ത് കൂടിയപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി കുറഞ്ഞു അല്ലേ. ഈ തരംഗത്തിൽ നോക്കേ, വേവ് ലെങ്ത് എത്രയാണ്? 2 മീറ്റർ. വേവ് ലെങ്ത് കുറഞ്ഞപ്പോ ഫ്രീക്വൻസി എന്ത് പറ്റി? കൂടി അല്ലേ. അപ്പൊ ഇത് തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ, വിപരീത അനുപാതത്തിലാണ് അല്ലെ. അതായത് വേഗം സ്ഥിരമായിരിക്കുമ്പോ തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് തരംഗ ദൈർഘ്യത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. അതായത് എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ. ഇത് നല്ലതുപോലെ നോക്കി വെച്ചിരിക്കണം കേട്ടോ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ. അതായത് ഇവിടെ വേവ് ലെങ്ത് കൂടുമ്പോ തരംഗ ദൈർഘ്യം കൂടുമ്പോ എന്ത് സംഭവിക്കും? ആവൃത്തി കുറയുമെന്ന് കണ്ടു അല്ലെ. അതേപോലെ തരംഗ ദൈർഘ്യം കുറയുമ്പോ ആവൃത്തി കൂടുമെന്ന് കണ്ടു അല്ലെ. അപ്പൊ അത് തമ്മില് വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. When the speed is constant, frequency is inversely proportional to the wavelength അല്ലെ. ഇനി നമുക്ക് തരംഗവേഗം, ആവൃത്തി, തരംഗദൈർഘ്യം ഇത് തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കാം. അതായത് the relationship between speed of wave, frequency and the wavelength. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ നോക്കാം. നമ്മൾ ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് നോക്കിയേ, ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ തരംഗ ദൈർഘ്യം എത്രയാണെന്ന് പറഞ്ഞേ, അഥവാ ലാംഡ അല്ലെ. ഇവിടെ തരംഗ ദൈർഘ്യം എത്രയാണെന്ന് പറഞ്ഞാൽ അതായത് ഒരു തരംഗം എടുക്കുന്ന ദൂരം അല്ലെ, സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം, അതായത് ഇവിടം വരെ അല്ലെ. അതെത്ര? 2. അപ്പൊ ലാംഡ നമുക്ക് 2 മീറ്റർ എന്ന് കിട്ടി. ഈ ഫ്രീക്വൻസി അങ്ങനെയാണെങ്കിൽ 6 മീറ്റർ എടുക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എത്രയാ?
എത്ര ഒരു സെക്കൻഡ്, ഇത് ഞാൻ പറയട്ടെ, ഈ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ തരംഗത്തിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എത്ര ആയിരിക്കും? ഒരു സെക്കൻഡിൽ എത്ര ദോലനം കംപ്ലീറ്റ് ചെയ്തു? 1, ഇവിടം വരെ ആയപ്പോ 2, വീണ്ടും ഇവിടം വരെ ആയപ്പോ 3 അല്ലേ? അപ്പൊ ഫ്രീക്വൻസി എത്ര കിട്ടി? 3 ഹെർട്സ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് വേവ് പറഞ്ഞേ. സ്പീഡ് ഓഫ് വേവ് വി എന്ന് പറയുന്നത് എത്ര? തരംഗ വേഗം എത്ര കിട്ടും? അതായത് ഈ 6 മീറ്റർ കൊണ്ട് ഇത് എത്ര സഞ്ചരിച്ചു? 6 മീറ്റർ ആണ് ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഇത് മൊത്തം സഞ്ചരിച്ച ദൂരം എത്രയാണ്? 6 മീറ്റർ. അപ്പൊ തരംഗ വേഗം കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു ഇത് ഈ ഒരു ഇത്തരം വേവ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത് ഒരു സെക്കൻഡ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തരംഗ വേഗം എന്ന് പറയുന്നത് എത്രയാ? ഒരു സെക്കൻഡില് തരംഗം സഞ്ചരിക്കുന്ന ദൂരമല്ലേ? ഇവിടെ ഒരു സെക്കൻഡില് ഈ തരംഗം എത്ര ദൂരം സഞ്ചരിച്ചു? ആ ഡിസ്റ്റൻസ് തന്നെയാണ് അത്. അപ്പൊ എത്ര? 6 മീറ്റർ. ഇനി നോക്കിക്കേ, ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയേ. ഈ 2ഉം 3യും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് വി കിട്ടത്തില്ലേ? 6 കിട്ടത്തില്ലേ? അതായത് ലാംഡായും ഫ്രീക്വൻസിയും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് സ്പീഡ് ഓഫ് വേവ് കിട്ടത്തില്ലേ? നോക്കിക്കേ, 2 × 3 6 അല്ലേ? 6 അല്ലേ സ്പീഡ് ഓഫ് വേവ്? തരംഗ ദൈർഘ്യം, ഫ്രീക്വൻസി, തരംഗ വേഗം, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബന്ധം എന്താണ്? അതായത് സ്പീഡ് ഓഫ് വേവ് കിട്ടാൻ ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി അല്ലേ? അതായത് ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്തിന്റെയും ഗുണനഫലമാണ് എന്ത്? തരംഗ വേഗം എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടാണ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ചിത്രം നോക്കിയേ. ഈ തന്നിരിക്കുന്ന വേവിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ എത്ര ഗർത്തങ്ങളുണ്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ എത്ര ഗർത്തങ്ങളുണ്ട് അഥവാ എത്ര ട്രഫ് ഉണ്ട്? എത്രയുണ്ട് ഗർത്തങ്ങൾ അഥവാ ട്രഫ്? എത്ര ഉണ്ട് ഗർത്തങ്ങൾ? ഏതാ? ഇതല്ലേ കുഴി ഉണ്ടാക്കുന്ന കുഴി അല്ലേ? അങ്ങനെ എടുത്താൽ മതി. 1, 2, 3. അങ്ങനെയാണെങ്കിൽ എത്ര ശൃംഗങ്ങളുണ്ട്? എത്ര ക്രസ്റ്റ് ഉണ്ട്? എത്രയുണ്ട്? 1, 2, 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വേവ് ലെങ്ത് പറഞ്ഞേ. വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ലാംഡ വേവ് ലെങ്ത് എത്രയാ? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാ? തരംഗം സഞ്ചരിക്കുന്ന ദൂരം അല്ലേ? അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടാം 8 അല്ലേ? അപ്പൊ വേവ് ലെങ്ത് എത്രയാ? 8 മീറ്റർ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന്, ചിത്രത്തിൽ നിന്ന് ഈ തരംഗത്തിന് എത്ര ഗർത്തങ്ങളുണ്ട്? ഹൗ മെനി ട്രഫ് എന്ന് ചോദിക്കാം. ഹൗ മെനി ക്രസ്റ്റ് എന്ന് ചോദിക്കാം. അതായത് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് എന്ന് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി എയർ ഈസ് 35 ഹെർട്സ്. അതായത് വായുവില് 350 മീറ്റർ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തില് സഞ്ചരിക്കുന്ന ഒരു അണുദൈർഘ്യ തരംഗത്തിന്റെ ആവൃത്തി 35 ഹെർട്സ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ഈ തരംഗത്തിന്റെ അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം കാണാൻ. അതായത് അടുത്തടുത്ത കംപ്രഷൻസ്, 2 കോൺസിക്യൂട്ടീവ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ? V = F ലാംഡ ആണ് അല്ലെ? ഇവിടെ അടുത്തടുത്ത രണ്ട് കംപ്രഷൻ, 2 കോൺസിക്യൂട്ടീവ് കംപ്രഷന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡ അല്ലേ? അതായത് അടുത്തടുത്ത തരംഗ ദൈർഘ്യം അല്ലേ? അതായത് അകലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു തരംഗ ദൈർഘ്യം കാണാനാണ്, വേവ് ലെങ്ത് കാണാൻ. അപ്പൊ V = F ലാംഡ ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? V/F. ഇത് ഇപ്പത്തോട് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ലാംഡ = എന്താണ്? V എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അതായത് സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ഫ്രീക്വൻസി എത്ര? 35 ഹെർട്സ് അല്ലേ? 35 ഹെർട്സ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലേ? അപ്പൊ അകലം എത്രയാണ്? 10 മീറ്റർ ആണ് അല്ലെ? അകലം അഥവാ തരംഗ ദൈർഘ്യം. ഇനി വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻസ് എന്ന് ചോദിച്ചാലോ? അതൊരു തന്നെയാണ് അല്ലെ? അതായത് എത്ര തന്നെ കിട്ടും? 10 മീറ്റർ തന്നെ കിട്ടും. അതായത് അടുത്തടുത്ത രണ്ട് കംപ്രഷൻസിന്റെ അകലം 10 മീറ്റർ ആണെങ്കിൽ അടുത്തടുത്ത രണ്ട് റെയർ ഫ്രാക്ഷൻസിന്റെ അകലവും 10 മീറ്റർ തന്നെ ആയിരിക്കത്തില്ലേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A sound wave with a frequency of 175 Hz has a wavelength of 2 meter. Calculate the speed of sound. അതായത് 175 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ശബ്ദ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം 2 മീറ്റർ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശബ്ദ വേഗം കണക്കാക്കാനാണ് പറയുന്നത്.
അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷനിലിട്ട് തന്നെ ചെയ്യാം. അതായത് v is equal to f lambda അല്ലെ. ഇവിടെ v തന്നെയല്ലേ കണ്ടുപിടിക്കേണ്ടത്, ശബ്ദ വേഗത സ്പീഡ് ഓഫ് സൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ v is equal to ഫ്രീക്വൻസി എത്രയാണ് 175 ഹെർട്സ് അല്ലെ, ഇൻറ്റു അകലം എത്രയാണ്, വേവ് ലെങ്ത് എത്രയാണ് 2 അല്ലെ. അപ്പൊ എത്ര കിട്ടും 350. യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി സ്പീഡ് ഓഫ് സൗണ്ട്, അതായത് ശബ്ദ വേഗം. അപ്പൊ നമ്മൾ ഇന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആണ് നോക്കിയത് അല്ലെ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് അഥവാ സവിശേഷതകൾ, തരംഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആയതി കുറച്ച് നമ്മൾ മുമ്പേ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടുമേ ഉള്ളൂ നമ്മൾ പുതുതായിട്ട് നോക്കിയത് അല്ലെ. അപ്പൊ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്, അതിനെ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ. രണ്ടാമത്തേത് പീരീഡ്, ടൈം പീരീഡ് അല്ലെ, ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. മൂന്നാമത്തേത് ആവൃത്തി, അതായത് ഫ്രീക്വൻസി, അതിന് എഫ് സ്മോൾ ലെറ്റർ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. അടുത്തതാണ് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത്, അതിനെ ലാംഡ എന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. അതിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ്. അഞ്ചാമത്തേത് എന്താണ് തരംഗ വേഗം അഥവാ സ്പീഡ് ഓഫ് വേവ് അല്ലെ, അതിനെ ബി കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, അതെല്ലാം കറക്റ്റ് ആയിട്ട് അറിയണം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റണം, എന്നാലും നമുക്കതിൽ എന്താണ് കണ്ടിപ്പം തരംഗദൈർഘ്യം തന്നെ ഇത് തമ്മിലുള്ള അകലം എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അത് തരംഗദൈർഘ്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കാണണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരുന്നത് ഇതിന് മുമ്പുള്ള ഭാഗം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കഴിഞ്ഞ 2-3 വീഡിയോസ് നിങ്ങൾ കാണുക കേട്ടോ. കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. നല്ലതുപോലെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.